എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഞാൻ അഭിജിത്ത്. ഇപ്പൊ എല്ലാരും വിചാരിക്കായിരിക്കും ചേച്ചി എവിടെയാണെന്ന്. ചേച്ചിയല്ലേ എപ്പോഴും ഇൻട്രോ എടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇൻട്രോ എടുക്കാന്ന്. അപ്പൊ ഇന്ന് എന്റെ ചേച്ചി തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ഫോർവേഡ് കേക്കാണ്. ഈ കേക്ക് നമ്മൾ പിസ്ത ഫ്ലേവറിലാണ് തയ്യാറാക്കുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നെക്സ്റ്റ് ഞാനൊരു ബൗളിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാ പ്രാവശ്യവും നമ്മൾ സ്പഞ്ച് ചെയ്യുന്ന പോലെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഫ്ലഫി ആയിട്ട്. നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചെടുത്തതാണ്. നമുക്കത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നല്ല ക്രീമി ആയിട്ട് ഇതുപോലത്തെ ഒരു ടെക്സ്ചറിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് എസൻസും കളറും ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്തയുടെ കേക്കിനൊരു ഗ്രീൻ കളറാണല്ലോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഷേക്കിൻ്റെയൊക്കെ മിക്സ് കിട്ടില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിസ്തയുടെ ഫ്ലേവറാണ്. ഇതാകുമ്പോൾ നമുക്ക് കളറും കിട്ടും, അതുപോലെ തന്നെ ഫ്ലേവറും കിട്ടും. പക്ഷെ കളർ കൂടാനായിട്ട് ഒരുപാട് ഇത് ചേർക്കരുത്. ഒരു 1/4 ടീസ്പൂൺ മതിയാകും ഇത്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ ഗ്രീൻ കളർ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ എസൻസിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പിസ്തയുടെ എസൻസ് മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് പോരെ, നമുക്ക് കുറച്ചുകൂടെ കളർ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യാണ്. ലിക്വിഡ് ഫുഡ് കളറാണ്. ഇതൊരു 2 ഡ്രോപ്പ് മതിയാകും. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ 2 തുള്ളി കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും എസൻസും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഈ ഫ്ലോർ മിക്സ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് കുറച്ചൊന്ന് പാലൊഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ഫ്ലോർ മിക്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എല്ലാ കേക്കിൻ്റെ ഇതിന് മുന്നേ ഞാൻ ചെയ്ത കേക്ക് വീഡിയോസിലൊക്കെ ഞാൻ മോളിലാക്കുന്നതിന് മുന്നേ വിനീഗർ ആഡ് ചെയ്യുമായിരുന്നു, കേക്ക് നല്ല സോഫ്റ്റ് ആവാനായിട്ട്. പക്ഷേ ഈ കേക്കിൽ ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പ് ഫോർവേഡ് കേക്ക് വെക്കുമ്പോഴത്തേക്ക് അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് നല്ല ഗ്രിപ്പ് കിട്ടില്ല, ഒരുപാട് സോഫ്റ്റ്നെസ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ വിനീഗർ ആഡ് ചെയ്യുന്നില്ല. നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ മുകളിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അപ്പം ഞാൻ മുഴുവൻ കേക്ക് ബാറ്ററും മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൗൾഡല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എയർ ബബിൾസ് പോകുന്ന വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എയർ ബബിൾസ് ഇല്ലാതാവാനായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഒരു അരമണിക്കൂർ ബേക്കാക്കിയതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അരമണിക്കൂറാണ് ഇത് എടുത്തത് ബേക്കാവാനായിട്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഒരുപാട് പൊങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ജസ്റ്റ് ഒരു ലെവലാക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ലെയേഴ്സ് കട്ട് ചെയ്യുന്നത് അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ സ്പഞ്ചിൻ്റെ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി നമുക്കിതൊന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് കേക്ക് എല്ലാം നന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് ശേഷമാണ് അത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു ഈസി മെത്തേഡിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഫിനിഷിങ്ങിൽ. അപ്പോൾ ആദ്യം നമുക്ക് ആ കേക്ക് സാധാരണ എല്ലാവരും കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബോട്ടം പാർട്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് മാറ്റി വെക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ കേക്ക് നമ്മൾക്ക് ഇങ്ങനെ എടുത്തിങ്ങനെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിനി ഇതിനെ ഇങ്ങനെ ലെയറായിട്ട് മുറിക്കാം. അതാകുമ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. എല്ലാം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്ത് പൊക്കുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ടാണ്. നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും അത്രയും ലെയറിൽ കട്ട് ചെയ്യാം. 4, 5, 6 എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കങ്ങനെ ഒരു ഡീസൻറ്റ് തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു തിക്നെസ്സിൽ ലെയേഴ്സായിട്ട് മുറിക്കാൻ പോവുകയാണ് കേക്ക്. അപ്പം ഞാനിവിടെ മൊത്തത്തിൽ 5 ലെയറായിട്ടാണ് കേക്ക് മുറിച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെയാണ് ഞാൻ വെർട്ടിക്കലായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഈസിയാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഓർഡറിൽ തന്നെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും നമ്മൾ വെക്കുമ്പോഴത്തേക്ക്. എന്നാലേ ഈ കറക്റ്റ് സെമി സർക്കിൾ ഷേപ്പിൽ കിട്ടുള്ളൂ കേക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫ്രോസ്റ്റിങ്. ഇനി നെക്സ്റ്റ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്രോസ്റ്റിങ്ങിന് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ കേക്ക് ബോണിൻ്റെ സെൻറ്ററിൽ കുറച്ച് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കാം. കേക്ക് ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാം. ഒരുപാട് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്നെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ക്രീം ഇട്ടിട്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് പിസ്ത ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഇല്ലെങ്കിൽ ആൽമണ്ട് ഇട്ടാലും മതി. ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത്. നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ 5 ലെയർ കേക്കും വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് പുറത്തുകൂടി നന്നായിട്ട് ക്രീം തേച്ച് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് ഇങ്ങനെ ലെവലാക്കി കൊടുക്കുവാണ്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും എല്ലാം ചെയ്യണം. അപ്പം ഞാനിവിടെ കേക്ക് ഫുള്ള് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നെക്സ്റ്റ് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാനായിട്ടാണ്. ഇതിലാദ്യം ഞാൻ ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരുപാട് കളർ ഒന്നിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ വേറൊരു ബൗളിൽ പിന്നെയും കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ടാണ്. ഇതിൽ ഞാൻ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഡാർക്ക് ആവേണ്ട അത്രയും ഡാർക്ക് ആക്കാനായിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ പച്ച കളറിൽ നമ്മൾ ചെയ്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒരു നോസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് കുറച്ചിങ്ങനെ ബ്രാഞ്ചസ് പോലെ വെളിയിലോട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വരും പോലെ 2 സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കുക. ഡിസൈനിങ് ഒക്കെ നമ്മളുടെ ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ ഈ ഗ്രീൻ കളർ വെച്ച് ഇങ്ങനെ ബ്രാഞ്ചസ് വരയ്ക്കുന്നത്. ഇതുപോലെ തന്നെ എൻഡ് വരെ നന്നായിട്ട് ഇങ്ങനെ 2 സൈഡിലും വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ വെച്ച് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ വരയ്ക്കാവുന്നതാണ്. ഫ്ലവർ വരയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു നോസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ പിങ്ക് കളറാക്കി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ചെറിയ പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഡിസൈനാണ്. ജസ്റ്റ് ഏറ്റവും വീതി കുറഞ്ഞ പോയിന്റ് മുകളിലും കുറച്ച് വീതിയുള്ള പോയിന്റ് താഴെയും വരത്തക്ക രീതിയിൽ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിങ്ങനെ പെറ്റൽസ് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫുള്ള് വരച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ഈസി ഡിസൈനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് എല്ലാ ഡിസൈനിങ്ങും കഴിഞ്ഞിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനതപ്പോൾ ചെയ്യാത്തത്. അതൊന്ന് ജസ്റ്റ് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ തന്നെ പൂക്കൾ വരച്ചു കൊടുക്കാവുന്നതാണ്. പൂക്കളും പിന്നെ അതിൻ്റെ മുട്ടുകളും ഒക്കെ വരച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ക്ലോസിൽ അത് എടുത്തിരിക്കുന്നത്, ആ പെറ്റൽസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ക്യാമറമാൻ എൻ്റെ അനിയനാണ് കേട്ടോ. അവൻ ഈ ഫ്ലവർ എങ്ങനെയെങ്കിലും ഇത് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു വീഡിയോ എടുക്കുന്ന സമയത്ത്. കാരണം ഞാൻ ഒരു സൈഡിൽ നിന്ന് വരയ്ക്കുന്നു, ഇവന് വീഡിയോ എടുക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് അവൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം വരച്ച് കഴിഞ്ഞു. ഇതാണ് ഫ്ലവേഴ്സിൻ്റെ ലുക്ക്. ഇനി കുറച്ച് ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. അവിടെ ഞാൻ ഇതുപോലെ തന്നെ ചെറിയ മുട്ടുകൾ വരച്ച് കൊടുക്കാൻ പോവുകയാണ്. അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക് ബോർഡ് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ കത്തി ഇങ്ങനെ വെച്ചതും നല്ല സോഫ്റ്റായിട്ട് താഴെ വരെ ഇങ്ങനെ നല്ലതായിട്ട് ഗ്ലൈഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയേഴ്സ് ഒന്ന് കാണാം.
നമ്മൾ പിസ്ത ഫ്ലേവറിലാണല്ലോ കേക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അകത്തുള്ളത് നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ 5 ലെയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ കേക്കിൻ്റെ അകത്തുള്ള ലെയേഴ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഈസി മെത്തേഡാണ് നമുക്ക് ടോപ്പ് ഫോർവേഡ് കേക്ക് ലെയർ ചെയ്യാനായിട്ടുള്ളത്. മറ്റേ നമ്മളിങ്ങനെ എടുത്ത് പൊക്കുന്നതിനെക്കാട്ടിയും ഇതാണ് എളുപ്പം ചെയ്യാനായിട്ട്. ഈ ഒരു മെത്തേഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കാണിക്കാനായിട്ട് ഞാനൊരു സ്പൂൺ വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അടിപൊളി കേക്കാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ചെയ്ത ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയുക, കാരണം ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കമൻസിൽ അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും എനിക്ക് വാല്യുബിളാണ്, ഒരുപാട് വാല്യുബിളാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So thank you so much for watching my video.